ഹായ് ഓൾ, വെൽക്കം അവർ ചാനൽ. ഞാനിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാൽപുട്ടിൻ്റെ വീഡിയോ ആണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ ഇപ്പോൾ ഒരു 3 ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളയുന്നുണ്ട്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം നമുക്കൊരു ഗ്രേറ്റർ കൊണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ വിരകി വെച്ചതാണ്. അത് വീഡിയോ മിസ്സായിപ്പോയി. അതിൻ്റെ മേളിൽ കൂടെ ഞാൻ ഒരു 10 രൂപയുടെ ഒരു പാൽപ്പൊടി, എവരിഡേയുടെ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. ആദ്യം പുട്ടിൻ്റെ പൊടി തേങ്ങാപ്പാലും ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചതായിരുന്നു. വീഡിയോ ഒന്ന് മിസ്സായതാണ്. ഇപ്പം തേങ്ങയും പാൽപ്പൊടിയും ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇടുന്നതിന് വേണ്ടി ക്യാരറ്റും തേങ്ങയും ഇനി ഒരു 5 ടേബിൾ സ്പൂൺ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇത് പാനിൽ ഇട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. അതിലും ഒരു 10 രൂപയുടെ എവരിഡേയുടെ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് പുട്ട് ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകുന്നത്. നമുക്ക് പുട്ട് ഊറ്റിയെടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് ഈ മിക്സ് ക്യാരറ്റും തേങ്ങയും കൂടെയൊക്കെ ഉള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി ചേർത്ത് വീണ്ടും മേളിലേക്ക് ഈ ക്യാരറ്റും തേങ്ങയും കൂടെ ചേർത്തുള്ള മിക്സും കൂടെ ചേർത്ത് അങ്ങനെ മാവ് നിറച്ച് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് കറികളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നതിന്. ഞാൻ ഒരു ദിവസം ലഞ്ചിന് ഇത് മാത്രമാണ് ഉണ്ടാക്കിയത്. കറീൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മുടെ പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.